ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൺറൈസ് ഗാർഡൻ. ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ലോഡിൻ്റെ പുതിയ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഈ കാണുന്ന 2 വണ്ടി നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ ലോഡ് എത്തിയതാണ്. ഈ കാണുന്ന ചെടികളാണ്. ഈ വണ്ടി ഫുള്ള് റോസാണ്. ഈ 2 വണ്ടി നിറയെ റോസാണ്. അപ്പോൾ ഇത് കൊണ്ടുവരുന്ന സമയത്തും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെള്ളം കുടിക്കാൻ നിർത്തുമ്പോഴും എല്ലാം ഭയങ്കര ശല്യമായിരുന്നു. ഓരോ ചേച്ചിമാർ വന്നിട്ട് ഇത് ഇപ്പോൾ ഇറക്കി തരാൻ പറ്റുമോ, ചെടി തീർന്നോണ്ണം തരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ലോഡ് കൊണ്ടുവന്ന് നഴ്സറിയിൽ ഇറക്കിയ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കാം കേട്ടോ. അതാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. ഓൺലൈൻ അല്ലാതെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ലൊക്കേഷൻ പ്രോപ്പറായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഫസ്റ്റ് കമൻറ്റിലും ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് ചെടി എടുക്കാവുന്നതാണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാസ്റ്റായിട്ട് വരണം. ഈ ഇറങ്ങിയിരിക്കുന്ന ചെടികളൊക്കെ എന്തായിരുന്നാലും കൊറിയറിൽ കുറേ പോകാനുണ്ട്. അതുപോലെ ഡയറക്റ്റ് വന്ന് എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ വന്ന് എടുത്തിട്ട് പോകുന്നതിന് മുന്നേ ആവശ്യക്കാർ ഉടനെ തന്നെ വന്ന് എടുക്കേണ്ടതാണ്. എല്ലാ വെറൈറ്റീസും ഉണ്ട്. നാടനും ബഡ്ഡിങ്ങും ഈ കാണുന്ന ഞാൻ സെയിലിനിട്ടിട്ടുണ്ടായിരുന്ന എല്ലാ വെറൈറ്റീസും നമ്മുടെ ലോഡിൽ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഈ 2 വണ്ടി നിറയെ റോസാണ്. നിങ്ങൾ ഈ കാണുന്ന എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഈ ചെടിയുടെ ഈ അബ്രാക്കാഡബ്ര എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ സൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ നിങ്ങളിപ്പോൾ കണ്ടതുപോലത്തെ ചട്ടിയിൽ 8 ഇഞ്ച് ബോട്ടിൽ വരുന്ന പ്ലാന്റാണ് അബ്രാക്കാഡബ്രയുടെയും ബ്ലാക്ക് റോസിൻ്റെ എല്ലാം പ്ലാന്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇതൊക്കെയാണ് നമ്മുടെ റോസ് നഴ്സറിയിൽ ഇറങ്ങിയിട്ടുള്ള റോസുകൾ. ആപ്രിക്കോട്ട് റോസ്, അങ്ങനെ എല്ലാ വെറൈറ്റീസും ഉണ്ട്. അതുപോലെ തന്നെ ഡീല മാൽമൈസൺ, ബ്ലാക്ക്, അതുപോലെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ട്രൈപ്പ് വെറൈറ്റികൾ, പിന്നെ മിനിയേച്ചർ ഐറ്റംസ്, ഓൺ റൂട്ടഡ് ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട്. അഹല്യ റോസ്, അതുപോലെ തന്നെ എനിക്ക് ഓരോന്ന് പേര് പറഞ്ഞു തരാനായിട്ട് ഇനി ലിസ്റ്റ് ചെയ്ത് ഓരോ പ്ലാന്റായിട്ട് എടുത്ത് പേര് പറയണം. അതായത് എല്ലാം ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ മൊത്തം കാണുക. അതായത് മിനിയേച്ചർ ഐറ്റംസിൻ്റെ ഒരു വമ്പൻ ശേഖരം തന്നെ ഉണ്ട് കേട്ടോ. അതുപോലെ ഈ കാണുന്ന മിഡ് നൈറ്റ് ബ്ലൂ ആണ്. ഇത്രയും സൈസും ഇത്രയും ഹൈറ്റും ഉള്ള പ്ലാന്റാണ്. നമ്മൾ കൊറിയറിൽ അയക്കുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നാലും എടുക്കുക. ഇത്രയും സൈസ് ഹൈറ്റുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ നഴ്സറിയിൽ ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ഔട്ട്ലെറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് നേരിട്ട് വന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ കാണുന്നത് ഇതാണ് അറേബ്യൻ ജാസ്മിനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതായത് 7 ലെയർ ജാസ്മിനാണ്. പിന്നെ ഇതും ഫുള്ള് മിനിയേച്ചർ ഐറ്റംസ് ആണ്. നാടൻ ഓറഞ്ച്, അതുപോലെ പീച്ച് ക്രീ അങ്ങനെയൊക്കെ വരുന്ന റോസുകൾ, പിന്നെ ക്രീപ്പർ വെറൈറ്റീസ്. ഈ കാണുന്നതൊക്കെ ക്രീപ്പർ വെറൈറ്റീസാണ്. ഇപ്പോൾ വീഡിയോയിൽ മാക്സിമം കാണിക്കാൻ പറ്റുന്നതൊക്കെ ഞാനൊരു 3-4 മിനിറ്റത്തെ വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ കണ്ടത് ഒരു റെയർ വെറൈറ്റിയാണ് കേട്ടോ. ഞാൻ സെയിലിനെടുത്തതല്ല, നമുക്ക് തന്നെ റെയറായിട്ട് കിട്ടിയതാണ്. 1-2 പീസ് കിട്ടിയിട്ടുള്ളൂ. അത് ഞാൻ സെയിലിനായിട്ട് വെച്ചിട്ടില്ല. അത് ഞാൻ മാറ്റി വയ്ക്കുകയാണ് മദർ പ്ലാന്റ് ചെയ്യാനായിട്ട്. അത് മദർ പ്ലാന്റ് ചെയ്താലും നിങ്ങൾക്ക് പുതിയ പ്ലാന്റ്സ് എത്തിച്ച് തരാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്. അപ്പോൾ ഈ കാണുന്നതാണ് പന്നീർ റോസിൻ്റെ സൈസ്. നിങ്ങൾക്കിപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു തന്ന ആ സൈസാണ്. അതുപോലെ ഡബിൾ ഡിലൈറ്റ്, അതുപോലെ നിസോ ഫ്ലെമിംഗോ, അങ്ങനെ ബ്ലാക്ക് ബിസ്ക്കറ്റ്, അങ്ങനെ തുടങ്ങിയ എല്ലാ വെറൈറ്റീസും ഉണ്ട്. ഇത് പക്ഷേ മിക്സിംഗ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിത് നമ്മൾ മിക്കവാറും ഇത് നാളെ തന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം വെറൈറ്റീസ് തിരിച്ച് സെപ്പറേറ്റ് ചെയ്ത് വെക്കും. ഈ കാണുന്നത് ഒരു സ്ട്രൈപ്പ് വെറൈറ്റിയാണ്. ഓറഞ്ചും റെഡും ആയിട്ടൊക്കെ വരുന്ന സ്ട്രൈപ്പ്. ഇത് വേറൊരു സ്ട്രൈപ്പാണ്. ഇത് ഡബിൾ ഡിലൈറ്റ് ആണ്. അപ്പോൾ ഡബിൾ ഡിലൈറ്റിൻ്റെയൊക്കെ നല്ല വലിയ തൈകളാണ് കേട്ടോ. ബിസ്ക്കറ്റ് റോസ് എല്ലാ തൈകളും ഇറങ്ങിയിട്ടുണ്ട്. നാടനായിട്ടുള്ള തൈകളും അതുപോലെ ബഡ്ഡിങ് ആയിട്ടുള്ള വെറൈറ്റീസും. ഓർക്കിഡ് റോസിൻ്റെയൊക്കെ നല്ല വലിയ തൈകളാണ് കേട്ടോ. നല്ല ബുഷായിട്ടുള്ള തൈകൾ, ഹൈറ്റൊക്കെ ഉള്ള തൈകളാണ് ഇപ്പോൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത്. ബ്രിട്ടീഷ് ക്യൂന്, 7 ഡേയ്സ്. അതുപോലെ തന്നെ ഈ കാണുന്നത് ഇത് കാണുന്നതൊക്കെ ഇതാണ് കേട്ടോ, നമ്മുടെ സ്റ്റാൻഡിങ് റോസുകളാണ്. നിങ്ങൾക്ക് അയച്ചു തരാൻ ഇത് ഒരുപാട് ഒരു ഓർഡർ ചെയ്തായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് അയച്ചു തരാനുള്ള പ്ലാന്റുകളാണ്. കണ്ടുകൊള്ളുക വീഡിയോയിലേക്ക്. ഇതുകൊണ്ട് ഇനിയും ഉണ്ട് വേറെ പ്ലാന്റുകൾ, വെറൈറ്റി പ്ലാന്റുകൾ. എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മാക്സിമം പറ്റുന്നത്രയും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. കാരണം ലോഡൊക്കെ ഇറക്കിയ ഒരു നല്ലൊരു ക്ഷീണത്തിലൊക്കെയാണ്. കാരണം ഫുൾ ഓട്ടോ ആണ്. അപ്പോൾ ഒരുപാട് പേർക്ക് മെസ്സേജ് അയക്കാനുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പെൻഡിങ് മെസ്സേജുകൾ ഒരുപാട് പേർക്ക് കിടക്കാറുണ്ട്. ഞാനത് ടൈം കണ്ടെത്തി ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരും. അതുപോലെ തന്നെ നമുക്ക് പെൻഡിങ് കൊറിയേഴ്സ് കുറച്ചുണ്ട്. ഒരു 10-40 കൊറിയർ പെൻഡിങ് ഈ വീക്ക് തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഈ ലോഡിൻ്റെയൊക്കെ തിരക്കിലായിരുന്നതുകൊണ്ടാണ് പ്രോപ്പർ മെസ്സേജ് തരാൻ പറ്റാത്തതും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കൊറിയർ അപ്ഡേറ്റ് എനിക്ക് അറിയിക്കാൻ പറ്റാത്തതും. അപ്പോൾ നമുക്ക് ഈ വരുന്ന ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരിക്കും നിങ്ങൾക്കുള്ള കൊറിയേഴ്സ് അയച്ച് തീർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലത്തെ വെറൈറ്റീസ്, അതായത് നിങ്ങൾ ഓർഡർ ചെയ്ത പ്ലാൻസ് ഒക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ അയച്ചു തരാനായിട്ടും അതുപോലെ ഇവിടുത്തെ സെയിലിനായിട്ടൊക്കെ കൊണ്ടുവന്നതാണ്. അതായത് ഔട്ട്ലെറ്റ്സ് കൊറിയർ അയക്കാനും ഒക്കെ കൂടിയുള്ള വെറൈറ്റീസാണ് ഈ കാണുന്നതെല്ലാം. കപ്പ് കേക്ക്, അതുപോലെ സിംഗിൾ പെറ്റൽ ക്രീപ്പർ, ബട്ടർഫ്ലൈ റോസ്, എല്ലാം ഉണ്ട്. എല്ലാ വെറൈറ്റീസും ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്ററാണ്.
അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചതല്ലാതെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അതിനി നമുക്കെല്ലാം തരം തിരിച്ച് വെച്ചാൽ മാത്രമേ വെറൈറ്റീസ് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്നാൽ ഒരുപാട് വെറൈറ്റികൾ കളക്ട് ചെയ്തിട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ അപ്ഡേഷൻസ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ താങ്ക്